നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ഒഴിഞ്ഞ മദ്യക്കുപ്പിയിൽ നിന്നും ഒരു ഫോട്ടോ ആൽബം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്കതിന് ആദ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ഒരു ഗ്ലാസ് ബോട്ടിൽ, പിന്നെ ഒരു നീഡിൽ ബ്രഷ്, ഒരു പോയിൻറ്റഡ് ബ്രഷ്, പിന്നെ ഒരു ഫ്ലാറ്റ് ബ്രഷ് വേണം. നമുക്ക് മോഡ് പോഡ്ജ് വേണം. ഇൻ കേസ് മോഡ് പോഡ്ജ് കിട്ടിയിരുന്നുണ്ടെങ്കിൽ വെള്ളവും ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്യാൻ 2:1 റേഷ്യോയിൽ. പിന്നെ നമുക്കൊരു പിക്ചർ വാർണിഷ് വേണം, അത് ലാസ്റ്റാണ് ഉപയോഗം. പിന്നെ സ്പോഞ്ച് വേണം, പിന്നെ പെയിൻറ്റ് മിക്സ് ചെയ്യാനായിട്ടൊരു പാലറ്റ്, പിന്നെ കുറച്ച് വെള്ളം. പിന്നെ നമ്മൾ അക്രിലിക് പെയിൻറ്റ്, ഒരു കാരണവശാലും ഫാബ്രിക് പെയിൻറ്റ് ആകുമ്പോൾ ഇളകിപ്പോവും. അക്രിലിക് കളർ നമ്മുടെ 20 രൂപയുടെ ബോട്ടിൽ തന്നെ അക്രിലിക് കളേഴ്സ് എന്ന് എഴുതിയത് വാങ്ങിക്കണം. പിന്നെ നമുക്ക് ക്ലീനിങ്ങിനൊരു ക്ലോത്ത് വേണം. നമ്മൾ ആദ്യം കുറച്ച് പെയിൻറ്റ് എടുത്തിട്ട്, അധികം എടുക്കരുത്, വളരെ കുറച്ച് മതി. പാലറ്റിലേക്ക് കുറച്ച് ഒഴിക്കുക. അതിനുശേഷം നമ്മളൊരു സ്പോഞ്ച് കഷ്ണം എടുത്തിട്ട് അത് പതുക്കെ മിക്സ് ചെയ്തിട്ട് അതിൽ പ്രസ് ചെയ്തിട്ട് വളരെ ലൈറ്റായിട്ട് അമർത്തി കൊടുക്കുക. വളരെ തിന്നായിട്ടുള്ളൊരു കോട്ടാണ് നമുക്ക് ആവശ്യം. ഇതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലെയർ അടിക്കുക. അത് ഇടയ്ക്ക് കുറച്ച് ബബിൾസ് വന്നാലും കുഴപ്പമില്ല ഫസ്റ്റ് ലെയറിന്. ഇതിപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അത് പൂർണ്ണമായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ സെക്കൻഡ് ലെയർ കോട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ 3 കോട്ട് അടിച്ച ഒരു ബോട്ടിലാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്നത്. നമുക്ക് ഫോട്ടോ ഒട്ടിക്കാം. പിന്നെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് എടുക്കാൻ സാധാരണ പ്രിൻ്റ് എടുത്താൽ മതി, ഡയമെൻഷൻ അനുസരിച്ച്. പിന്നെ നമ്മൾ ഫോട്ടോ അത് വെട്ടിയെടുക്കുക. കൃത്യമായിട്ട് വെട്ടിയെടുത്തപ്പോൾ ഞാൻ 4 ഫോട്ടോ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം, അത് നമ്മൾ സാധാരണ ബോണ്ട് പേപ്പർ ആയതുകൊണ്ട് കുറച്ച് വെള്ളം അതിൻ്റെ പുറകിൽ വെച്ചിട്ട് പതുക്കെ തിരുമ്മി അതിൻ്റെ ബാക്കിലുള്ള ആ പേപ്പറിൻ്റെ കട്ടി കുറയ്ക്കുക. അപ്പോൾ നമുക്കത് റെഡി ആയിട്ടുണ്ട്. 4 ഫോട്ടോസ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മോഡ് പോഡ്ജ് എടുത്തിട്ട് പാലറ്റിൽ തന്നെ ഒരു സൈഡിലേക്ക് ഒഴിക്കുക. അതും ഒരുപാട് ആവരുത്, ഇടുന്ന കട്ടിയായി പോവും. ഇനി ഫോട്ടോ ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കുക. മോഡ് പോഡ്ജ് വയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക എവിടെ വെക്കാൻ പറ്റും എന്നുള്ളത്. അതിനുശേഷം കുറച്ച് മോഡ് പോഡ്ജ് നമ്മുടെ ഫ്ലാറ്റ് ബ്രഷിലെടുത്തിട്ട് വലിയ കട്ടിയില്ലാതെ ഒരു ലെയർ കോട്ട് ചെയ്യുക. കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഫോട്ടോ അതിനകത്തിട്ട് പേസ്റ്റ് ചെയ്യാം. അത് ബബിൾസ് ഒന്നും വരാത്ത രീതിയിൽ വേണം, റിങ്കിൾസ് ഒന്നും വരരുത്, അങ്ങനെ പേസ്റ്റ് ചെയ്യുക. ഇപ്പം ഞാൻ 4 ഫോട്ടോസും 4 സൈഡിലായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് കംപ്ലീറ്റ് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട്, 1-2 കോട്ട് മോഡ് പോഡ്ജ് നമ്മൾ ഈ ഫോട്ടോയുടെ മുകളിൽ പേസ്റ്റ് ചെയ്തിട്ട് സീൽ ചെയ്യുക. ഞാൻ 4 സൈഡിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഉണങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു ബോർഡർ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ പേൾ കളർ വെച്ചിട്ട് ഞാൻ ബോർഡർ കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതെല്ലാം കംപ്ലീറ്റ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ 1-2 ലെയർ വാർണിഷ് കോട്ട് ചെയ്യുക. അപ്പോൾ ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ കുറച്ച് ത്രെഡൊക്കെ ചുറ്റിയിട്ടുണ്ട്. ചുറ്റി കഴിയുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് ഫാൻസി സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന സ്റ്റിക്കേഴ്സൊക്കെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മനോധർമ്മം പോലെ ചെയ്യുക. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകൾ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.